അച്ഛനും മകളും ഒന്നിനൊന്ന് മെച്ചമായാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയണ്ടേ? ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. 3 വർഷമായി അടുപ്പിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുന്ന തേജലക്ഷ്മിക്ക് ഇത്തവണ ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. അറിയാം ആ വിശേഷങ്ങൾ. MS ഹരികൃഷ്ണൻ റിപ്പോർട്ട്. 3 വർഷമായി കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംസ്ഥാന വേദിയിൽ തന്നെ എടുത്തു നിൽക്കുകയാണ് തേജലക്ഷ്മി ഇത്തവണ മോണോ ആക്ടിലും കൂടി എത്തുകയാണ്. ആ ഒരു സന്തോഷം കൂടി തേജലക്ഷ്മിയുടെ മുഖത്തുണ്ട്. തേജലക്ഷ്മിയുടെ ഒപ്പം തേജലക്ഷ്മിയുടെ അച്ഛനും മാഷും ഒക്കെയാണ് ഒപ്പം നിൽക്കുന്നത്. എന്താണ് ആദ്യം തന്നെ പ്രധാന ഇവന്റുകളൊക്കെ മാറ്റി നിർത്തി ഇത്തവണ മോണോ ആക്ടിലും കൂടി വരികയാണല്ലോ സംസ്ഥാനത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങൾ? ഇത്തവണ എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിപൊളി നല്ല മത്സരമായിരുന്നു. എല്ലാവരും കട്ടയായിരുന്നു. നല്ല മത്സരമാണ്. സ്റ്റേറ്റിൽ വരെ എനിക്ക് എന്താ പറയാ എല്ലാരെയും പെർഫോമൻസ് കാണാമല്ലോ, അതിന്റെ ഒക്കെ ഒരു ഇതിലാണ്. തേജ ഒരു സിനിമ സീരിയൽ നടി കൂടിയാണ്. അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയട്ടെ. സിനിമകൾ 3 ആണല്ലേ വരാനുള്ളത്? അതെ. ഒന്ന് ഡീറ്റെയിൽസ് പറയാമോ പ്രേക്ഷകർ? ഒന്ന് ചാവ് കല്യാണം, അതിൽ നായികയായിട്ട്, പിന്നെ ഒന്ന് പ്രജാക്കോട്ട് നായികേന്റെ അനീതിയായിട്ട്, ഹത്തനെ ഉദയ അത് റിലീസാവാൻ നിൽക്കാണ്. ഈ മാസം റിലീസ് എന്നാണ് പറഞ്ഞത്. ഹത്തനെ ഉദയ അതില് നായികേന്റെ കുട്ടിക്കാലായിട്ട്. അങ്ങനെ ഒരു സിനിമാ നടി കൂടിയാണ് ഈ സംസ്ഥാന കലോത്സവ വേദിയിൽ പ്രകടനത്തിനായി എത്തുന്നത്. അച്ഛനെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടണം. അച്ഛൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. അതെ, അപ്പോ അദ്ദേഹം ഒരു കലാകാരൻ തന്നെയാണ്. നമുക്ക് അച്ഛന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. എങ്ങനെയാണ് മോളെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്? ഇപ്പൊ ഈ മിമിക്രി ഒക്കെ തന്നെ അച്ഛന്റെ ഒരു കലാവാസനയും കൂടി കാണും. അതെ, പിന്നെ വീട്ടിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ വരും. അപ്പൊ ഇവള് കുഞ്ഞായപ്പോ തന്നെ ഇവർക്ക് ട്രെയിൻ ചെയ്യുന്ന കാണുമല്ലോ. അപ്പോ അവര് പോയി കഴിഞ്ഞാൽ ഇവള് ചെറിയ ഐറ്റങ്ങളൊക്കെ മൈക്ക് ചെയ്തു നോക്കും. അങ്ങനെ ഇവളൊരു കഴിവ് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് ഓരോ ഐറ്റങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിലെ മിമിക്രി ചെയ്യും. അപ്പോ അങ്ങനെ അത് വിടാതെ അങ്ങ് തുടർന്നു. അപ്പോൾ നമ്മള് പുതിയ ടീമുകൾ കണ്ടെത്തി. ഫസ്റ്റ് വർഷം ഇവള് സ്റ്റേറ്റ് പങ്കെടുത്ത് ഭൂമിയും മനുഷ്യനും ചരിത്രങ്ങളിലൂടെ അതായിട്ടായിരുന്നു സ്റ്റേറ്റിൽ അന്ന് പ്രൈസ് കിട്ടിയത്. 2ാമത്തെ വർഷം നമ്മള് 2018 പ്രളയം. അപ്പോൾ അന്ന് ചാനലുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ. ജനങ്ങളും രക്ഷാപ്രവർത്തകരും അവരുടെ കൂടെ നിങ്ങളും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ചൂരൽമലയാണ്. അത് സസ്പെൻസ് ആണ്. അത് ഇവിടെ ഡീറ്റെയിൽ പറയുന്നില്ല. അപ്പോൾ അതാണ് ഈ വർഷത്തെ ഇവിടെ ഐറ്റങ്ങൾ. പിന്നെ ഇതിന് ചൂരൽമലയെ തന്നെ നമുക്കറിയാം ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച സംഭവിച്ചത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യവും കൂടെ നിലനിൽക്കുകയാണ്. തീർച്ചയായും എന്താന്ന് പറയാം, ഇത്രയും ദിവസങ്ങള് മാസങ്ങള് ഇപ്പൊ അവിടെ തീർന്നില്ല അവിടുത്തെ ബുദ്ധിമുട്ടുകള്. അത് ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ ഒതുക്കിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ പല ഭാഗങ്ങളും കട്ടായി പോവും. അപ്പോൾ ഇത് 5 മിനിറ്റിനുള്ളിൽ ഏറ്റവും നമ്മളെ മനസ്സിൽ തട്ടിയ ചില ഭാഗങ്ങള് ഞങ്ങൾ ഇതിലേക്ക് കോർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ ഐറ്റം സെറ്റ് ചെയ്തത്. അത് സസ്പെൻസ് ഞാൻ പറഞ്ഞു തുടങ്ങി അത് പൊളിഞ്ഞു പോകും, അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ സസ്പെൻസിലോട്ട് കിടക്കുന്നില്ല. പക്ഷെ ചൂരൽമല വിഷയമായതുകൊണ്ട് തന്നെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ പിന്നിൽ നമ്മൾ നടത്തുന്ന കുറച്ച് റിസർച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ വേദിക്ക് വേണ്ടി 5 മിനിറ്റിലേക്ക് ചുരുക്കുക എന്നുള്ളത് നിസ്സാര പരിപാടിയല്ല. അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു മാത്രം ഒന്ന് പറയാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മിമിക്രി സ്വതവേ നാടുകളിലൊക്കെ ഈ കലോത്സവമാവുന്ന 2 മാസം മുന്നെയാണ് സ്കൂൾ അധ്യാപകർ വന്നിട്ട് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും, പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് 2 മാസം മുന്നേ പറയും. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികൾ 1 വർഷമാണ് കലോത്സവത്തിന് മത്സരത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യും. അപ്പോൾ പല ഐറ്റങ്ങൾ പഠിപ്പിക്കും, മിമിക്രീൻ്റെ എളുപ്പ വഴികൾ പഠിപ്പിക്കും. എന്നിട്ട് കലോത്സവം അടുപ്പിച്ച് വരുന്ന തീമുകൾ നമ്മളെ ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളുടെ അതിലേക്ക് ഈ ഐറ്റങ്ങളൊക്കെ കോർത്തിണക്കും. അങ്ങനെ മോള് 2018 പ്രളയം ചെയ്തപ്പോൾ ആ തീം വെച്ച് സെറ്റ് ചെയ്താണല്ലോ. അന്നേരമാണ് ചുരൽമല വന്നത്. അതിൽ കുറച്ച് ഐറ്റങ്ങളെ ഏഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുക.